Exercise 3.2 second question. അതിൽ 3 question ഉണ്ട്. On comparing the ratios A1 by A2, B1 by B2 and C1 by C2, find out the equations are intersect at a point, are parallel or coincident. അപ്പോൾ നമുക്ക് റേഷ്യോസ് നോക്കിയിട്ട് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ഞാൻ പാർട്ട് 5 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് നോക്കുക. A1 by A2 നോട്ട് ഈക്വൽ ടു B1 by B2 ആയാൽ ഇന്റർസെക്റ്റിംഗ് ലൈൻ ആയിരിക്കും. A1 by A2 ഈക്വൽ ടു B1 by B2 ഈക്വൽ ടു C1 by C2 ആയാൽ കോഇൻസിഡന്റ് ലൈൻ ആയിരിക്കും. A1 by A2 ഈക്വൽ ടു B1 by B2 നോട്ട് ഈക്വൽ ടു C1 by C2 ആയാൽ പാരലൽ ലൈൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് റേഷ്യോസ് ചെയ്ത് നോക്കാം. A1 by A2 ഈക്വൽ ടു 5 by 7. B1 by B2 ഈക്വൽ ടു -4 by 6. ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ -2 by 3. C1 by C2 ഈക്വൽ ടു 8 by -9. ഇവിടെ A1 by A2 5 by 7. അപ്പം ഇത് -2. B1 by B2 -2 by 3 ആണ്. അപ്പോൾ A1 by A2 നോട്ട് ഈക്വൽ ടു B1 by B2 ആണ്. അപ്പോൾ A1 by A2, അപ്പോൾ ഇതിൽ ഏത് കണ്ടീഷനാണ് വരുന്നത്? A1 by A2 നോട്ട് ഈക്വൽ ടു B1 by B2 ആണ്. അപ്പോൾ ഈ ലൈൻ ഇൻ്റർസെക്റ്റിംഗ് അറ്റ് എ പോയിന്റ് ആയിരിക്കും. അപ്പോൾ ഈ ലൈനിന് ഇപ്പോൾ നമ്മൾ 2 പോയിന്റെല്ലാം കണ്ടുപിടിച്ച് ഗ്രാഫിൽ വരച്ച് കഴിഞ്ഞാൽ ഇതിന് രണ്ടിനും ഈ 2 പോയിന്റ് കണ്ടുപിടിച്ച് ഗ്രാഫിൽ വരച്ച് കഴിഞ്ഞാൽ ഈ ലൈൻ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യും. ഇപ്പോൾ A1 by A2 നോട്ട് ഈക്വൽ ടു B1 by B2. അപ്പോൾ ഇൻ്റർസെക്റ്റ് അറ്റ് എ പോയിന്റ്. ഇതിൻ്റെ ആൻസർ ഇൻ്റർസെക്റ്റ് അറ്റ് എ പോയിന്റ്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. A1 by A2 ഈക്വൽ ടു 9 by 18. 9 by 18 സിംപ്ലിഫൈ ചെയ്താൽ 1 by 2. B1 by B2 3 by 6. 3 2s are 6. 1 by 2. C1 by C2 12 by 24. 12 24 2 times 1 by 2. അപ്പോൾ A1 by A2 B1 by B2 C1 by C2 1 by 2 കിട്ടിയത്. അപ്പോൾ ഇതിലേത് കണ്ടീഷൻ വരും? ഇത് വരും. അപ്പോൾ കോഇൻസിഡൻറ്റ് ലൈൻ ആയിരിക്കും. അതായത് ഈ ലൈനിൻ്റെ ഗ്രാഫും ഈ ലൈനിൻ്റെ ഗ്രാഫും വരച്ച് കഴിഞ്ഞാൽ രണ്ടും ഒരേ ലൈനിൽ തന്നെ വരും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് വരും? കോഇൻസിഡൻറ്റ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. 6x minus 3y plus 10 equal to 0. 2x minus y plus 9 equal to 0. അപ്പോൾ A1 by A2. A1 6 by 2 equal to 3. P1 -3 by P2 -1. വൈൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് നോക്കേണ്ടത്. ഇവിടെ -1y ഉണ്ട്. അപ്പോൾ നെഗറ്റീവ് കട്ടായിപ്പോയി. 3 by 1 3. C1 by C2 10 by 9. അപ്പോൾ ഇവിടെ ഇതിലേതാ വരുന്നത്? A1 by A2 ഈക്വൽ ടു B1 by B2 ആണ്, ബട്ട് നോട്ട് ഈക്വൽ ടു C1 by C2. അപ്പോൾ ഈ 2 ലൈനും പാരലായിട്ട് വരും. നമ്മൾ ഈ ലൈനിനെ 2 പോയിൻ്റൊക്കെ കണ്ടുപിടിച്ച് ഗ്രാഫിൽ വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ലൈന് പാരലായിട്ടായിരിക്കും കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? പാരലൽ. എക്സസൈസ് 3.2 തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഓൺ കമ്പയറിംഗ് ദ റേഷ്യോസ് A1 by A2 B1 by B2 ആൻഡ് C1 by C2 ഫൈൻഡ് ഔട്ട് ദ ഇക്വേഷൻസ് ആർ കൺസിസ്റ്റന്റ് ഓർ ഇൻകൺസിസ്റ്റന്റ്. അപ്പോൾ കൺസിസ്റ്റന്റ് ആണോ ഇൻകൺസിസ്റ്റന്റ് ആണോ എന്ന് നോക്കുന്നത് ഞാൻ പാർട്ട് 5 വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് പാർട്ട് 5 വീഡിയോൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമുക്കൊന്നുകൂടി നോക്കാം. A1x plus B1y plus C1 equal to 0, A2x plus B2y plus C2 equal to 0 എന്ന് പറയുന്ന 2 ലൈനാണ് തന്നതെങ്കിൽ ഇതിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ റേഷ്യോസ് നോക്കിയാൽ A1 by A2 നോട്ട് ഈക്വൽ ടു B1 by B2 ആയാൽ ഇതിന് ഇൻ്റർസെക്റ്റിംഗ് ലൈൻ ആയിരിക്കും. അപ്പോൾ യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാവും. അപ്പം ഈ യുണീക്ക് സൊല്യൂഷൻ ഉള്ളതുകൊണ്ട് ഈ ലൈൻ കൺസിസ്റ്റൻ്റ് ആയിരിക്കും.
ഇനി A1/A2 ഈക്വൽ ടു B1/B2 ഈക്വൽ ടു C1/C2 എന്നാ കിട്ടുന്നുണ്ടെങ്കിൽ റേഷ്യോ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആയിരിക്കും. അപ്പോഴും ഈ ലൈൻ കൺസിസ്റ്റന്റ് ആയിരിക്കും. കാരണം കുറെ സൊല്യൂഷൻ ഉണ്ടല്ലോ, ഒരു ലൈനിന്റെ മുകളിൽ തന്നെയാണ് മറ്റേ ലൈനും വരിക. പിന്നെ ഇൻകൺസിസ്റ്റന്റ് ആവുന്നത് A1/A2 ഈക്വൽ ടു B1/B2 നോട്ട് ഈക്വൽ ടു C1/C2 ആകുമ്പോഴാണ്. ഇങ്ങനെയാകുമ്പോൾ ഈ രണ്ട് ലൈനും പാരലായിരിക്കും. ഈ രണ്ട് ലൈനും പാരലായിട്ടാണ് കിട്ടുക. അപ്പം ഇതിന് സൊല്യൂഷൻ ഉണ്ടാവില്ല. രണ്ട് ലൈനും എവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. അപ്പോൾ ഇതിന് സൊല്യൂഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഈ ലൈൻ ഇൻകൺസിസ്റ്റന്റ് ആയിരിക്കും. നമുക്ക് ഇനി റേഷ്യോ വെച്ചിട്ട് ചെയ്ത് നോക്കാം. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3x. ഇവിടെ ഞാൻ 3 ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആകെ 5 ക്വസ്റ്റ്യൻ ഉണ്ട്. 3x + 2y = 5, 2x - 3y = 7. അപ്പോൾ ഇതിൻ്റെ A1/A2 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് A1. അപ്പോൾ 3/2. B1/B2 = 2/-3. C1/C2 = 5/7. ഇവിടെ നോക്കി A1/A2 3/2, B1/B2 2/-3 ആണ്. ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആണ്. അതുകൊണ്ട് തന്നെ പിന്നെ 3/2 ഇത് 2/3 ആണ്. അതുകൊണ്ട് തന്നെ A1/A2 നോട്ട് ഈക്വൽ ടു B1/B2 ആണ്. അപ്പോൾ ഇതിലേതാണ് വരിക? ഈ കണ്ടീഷനാണ് വരിക. ഈ കണ്ടീഷൻ വരുമ്പോൾ ലൈൻ ഇൻ്റർസെക്റ്റിംഗ് ലൈൻ ആയിരിക്കും. അപ്പോൾ ഇതിന് ഒരു യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ലൈൻ കൺസിസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1 എന്താണ്? കൺസിസ്റ്റൻ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. 2x - 3y = 8, 4x - 6y = 9. A1/A2 ചെയ്ത് നോക്കാം. A1/A2 2/4. 2/4നെ സിംപ്ലിഫൈ ചെയ്താൽ 2 2s are 4, 1/2. ഇനി B1/B2 വൈൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ -3 ഇവിടെ വൈൻ്റെ കോഎഫിഷ്യൻ്റ് -6. അപ്പം നെഗറ്റീവും കട്ടായിപ്പോയി. 3 6 2 times ഇപ്പോൾ 1/2. നെഗറ്റീവ് പോയി 1/2. ഇനി C1/C2 8/9. ഇത് കണ്ടീഷനാണ് വരുന്നത്. A1/A2 ഈക്വൽ ടു B1/B2. A1/A2 B1/B2 1/2 ആണ്. പക്ഷെ C1/C2 മാറ്റമുണ്ട്, 8/9 ആണ്. അപ്പോൾ ഈ കണ്ടീഷനാണ് വരിക. അപ്പോൾ ഈ ലൈൻ എന്തായിരിക്കും? പാരലൽ ലൈൻ ആയിരിക്കും. A1/A2 ഈക്വൽ ടു B1/B2 നോട്ട് ഈക്വൽ ടു C1/C2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരലൽ ലൈൻ ആയിരിക്കും. പാരലൽ ലൈൻ ആയാൽ ഈ ലൈൻ എവിടെയും ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. ഇതിന് സൊല്യൂഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഇൻകൺസിസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇൻകൺസിസ്റ്റൻ്റ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. A1/A2 A1 3/2 ആണ്. /9 എന്ന് പറയുമ്പോൾ 9 ഡിനോമിനേറ്ററിൽ വരും. നമ്മൾ ഫ്രാക്ഷൻ എങ്ങനെയാണ് സാധാരണ ഡിവൈഡ് ചെയ്യുക? ഇപ്പം 2/3 / 4/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/3 × 5/4 ആണ് ചെയ്യുക. റെസിപ്രോക്കൽ കൊണ്ട് ഇൻറ്റു ചെയ്യുകയാണ് ചെയ്യുക. ഇവിടെ 9 ആയതുകൊണ്ട് 1/9 കൊണ്ട് ഇൻറ്റു ചെയ്ത്. ഇവിടെ നമുക്ക് നോക്കാം 3/2 / 9 ആണ് വന്നത്. അപ്പം 9 എന്ന് പറഞ്ഞാൽ 9/1. അപ്പം 3/2 × 1/9. അതുകൊണ്ടാണ് 9 ഡിനോമിനേറ്ററിൽ വന്നത്. അപ്പോൾ 3 3s are 9 കട്ടായി പോകും. അപ്പം 1/ ഡിനോമിനേറ്റർ 1/6. ഇനി B1/B2 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3ൽ B1/B2 5/3 / -10 ഡിനോമിനേറ്ററിൽ വരും. 5 2s are 10. 1/-6. ഇനി C1/C2 7/14. 2 times 4 1/2. ഇവിടെ നോക്കി A1/A2 1/6ഉം B1/B2 1/-, ഇവിടെ -1/6 എന്ന് എഴുതാം നമുക്ക്. അപ്പം A1/A2 1/6ഉം B1/B2 -1/6 കിട്ടിയത്. അപ്പോൾ ഇത്
ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആയതുകൊണ്ട് ഈക്വൽ അല്ല. പിന്നെ C1/C2 1/2 ആണ്. അപ്പോൾ A1 ഇതിലേത് കണ്ടീഷനാണ് വരിക? A1/A2 നോട്ട് ഈക്വൽ ടു B1/B2 ആണ്. A1/A2 നോട്ട് ഈക്വൽ ടു B1/B2 ആയാൽ തന്നെ പിന്നെ C1/C2 നോക്കേണ്ട ആവശ്യമില്ല. A1/A2 നോട്ട് ഈക്വൽ ടു B1/B2 ആയാൽ ഈ ലൈൻ ഇൻ്റർസെക്റ്റിംഗ് ലൈൻ ആയിരിക്കും. ഇൻ്റർസെക്റ്റിംഗ് ലൈൻ ആകുമ്പോൾ യുണീക്ക് സൊല്യൂഷനേ ഉണ്ടാവുള്ളൂ. അപ്പം ഈ ലൈൻ കൺസിസ്റ്റൻ്റ് ആണ്. ഈ ഇക്വേഷൻ രണ്ടും കൺസിസ്റ്റൻ്റ് ആണ്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. 5x - 3y = 11 - 10x + 6y = -22. A1/A2 നോക്കാം. 5/-10. 5 2s are 10. അപ്പോൾ -1/2. ഇനി B1/B2 = -3/6. 3 2s are 6. അപ്പോൾ -1/2. C1/C2 നോക്കാം. 11/-22. അപ്പോൾ 11 2 22 2 times 11 2s are 22. അപ്പോൾ -1/2. അപ്പോൾ ഇതെല്ലാം -1/2 -1/2 -1/2. അപ്പോൾ A1/A2 B1/B2 C1/C2 സെയിം ആക്കിയത്. അപ്പോൾ ഇത് ഏതാ കണ്ടീഷൻ? ഇത് വരും. അപ്പോൾ ഈ ലൈനിൻ്റെ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ലൈനിൻ്റെ മുകളിൽ തന്നെ ആയിരിക്കും മറ്റേ ലൈനും വരിക. അപ്പോൾ ഇതിന് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ലൈൻ എന്താണ്? ഫോർത്ത് ക്വസ്റ്റ്യൻ കൺസിസ്റ്റൻ്റ് ആണ്. പാരലൽ ലൈൻ ആകുമ്പോൾ മാത്രമാണ് ഇൻകൺസിസ്റ്റൻ്റ് ആവുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A1 4/3 A2 2. അപ്പോൾ ഡിനോമിനേറ്ററിൽ വരും. നേരത്തെ പറഞ്ഞിട്ടുണ്ട് 4/3 / 2 ആണ്. അപ്പോൾ 4/3 2 എന്ന് പറഞ്ഞാൽ 2/1 ആയിരിക്കും. അപ്പോൾ എപ്പോൾ ഫ്രാക്ഷൻ ഡിവൈഡ് ചെയ്യുമ്പോൾ റെസിപ്രോക്കൽ കൊണ്ട് ഇൻറ്റു ചെയ്യാണ് ചെയ്യുക. 4/3 × 1/2. അപ്പോൾ 2 ഡിനോമിനേറ്ററിൽ വരും. അപ്പോൾ 4/3 × 2. 2 2s are 4. അപ്പം 2/3. ഇനി B1/B2. അപ്പോൾ B1/B2 = B1 2. 2/3. ഇനി C1/C2 = 8/12. 8/12 ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ 4 2s are 8. 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 3s are 12. 2/3. അപ്പോൾ A1/A2 2/3 കിട്ടി. B1/B2 2/3 കിട്ടി. C1/C2 2/3 കിട്ടി. അപ്പോൾ എല്ലാം ഈക്വലായി. അപ്പോൾ എന്താണ്? A1/A2 = B1/B2 = C1/C2. അങ്ങനെ ആയാൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഈ രണ്ട് ലൈനിൻ്റെ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ഈ ലൈനിൻ്റെ മുകളിൽ തന്നെയാണ് മറ്റേ ലൈനും വരിക. അപ്പോൾ ഈ രണ്ട് ലൈനും കോ ഇൻസിഡൻ്റ് ആണ്. അതിന് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ട്. അപ്പം ഈ ലൈൻ എന്താണ്? കൺസിസ്റ്റൻ്റ് ആണ്.